ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസൻസ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. നമസ്കാരം. ഒമാനിലെ ആദ്യ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഇന്ന് നവംബർ 22 ഞായറാഴ്ച. സുൽത്താനേറ്റിൽ മാനേജർ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം 22.4% കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര വിഭാഗത്തിന്റെ റിപ്പോർട്ട്. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ വിദേശികൾ 17% കുറഞ്ഞതായും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 സെപ്റ്റംബർ അവസാനത്തെ കണക്കുകൾ പ്രകാരം 29,687 വിദേശികളാണ് രാജ്യത്തെ മാനേജർ തസ്തികകളിൽ ഇപ്പോൾ തൊഴിലെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിദേശി മാനേജർമാരുടെ എണ്ണം 37,603 ആയിരുന്നു. അതേസമയം 2020 ഒക്ടോബർ അവസാനത്തോടെ രാജ്യത്തെ വിദേശികളുടെ എണ്ണം 14,35,070 കുറഞ്ഞു. മുൻവർഷത്തെ അപേക്ഷിച്ച് 17% കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര വിഭാഗത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദേശ പൗരന്മാരിൽ കൂടുതലും ബംഗ്ലാദേശ് സ്വദേശികൾ തന്നെയാണ്. 5,46,681 ബംഗ്ലാദേശികൾ ഒമാനിൽ തൊഴിലെടുക്കുന്നു. 4,92,276 ഇന്ത്യക്കാരാണ് ഒമാനിലുള്ളത്. 1,79,375 പാകിസ്ഥാനികളും 44,295 ഫിലിപ്പൈനികളും നിലവിൽ ഒമാനിലുണ്ട്. സർക്കാർ മേഖലയിൽ മാത്രം തൊഴിലെടുക്കുന്നത് 42,895 വിദേശികളാണ്. അതേസമയം സീനിയർ മാനേജ്മെന്റ് തസ്തികകളിൽ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം 1.5 വർഷം പൂർത്തീകരിക്കുകയാണ്. മാനേജർ ഡയറക്ടർ തസ്തികകളിൽ കഴിഞ്ഞ വർഷം മെയ് മുതലാണ് വിസ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. സ്വകാര്യ മേഖലയിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ, ഹ്യൂമൻ റിസോഴ്സസ് ഡയറക്ടർ, പേഴ്സണൽ ഡയറക്ടർ, ട്രെയിനിംഗ് ഡയറക്ടർ, ഫോളോ അപ്പ് ഡയറക്ടർ, പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ, അസിസ്റ്റന്റ് മാനേജർ, അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ തസ്തികകളിലൊന്നും ഇനി വിദേശികൾക്ക് വിസ അനുവദിക്കില്ല. നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ പുതുക്കി നൽകില്ല. സ്വദേശികളുടെ ജീവിത സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ 4ാം ഘട്ട സർവേ തുടങ്ങി. ആരോഗ്യം, പരിസ്ഥിതി സാഹചര്യങ്ങൾ, ജോലി, തൊഴിൽ സാഹചര്യം, വിനോദം, ബന്ധങ്ങൾ, സാമൂഹിക പങ്കാളിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് സർവേ നടത്തുന്നത്. ഡിസംബർ 10 വരെയാണ് സർവേ നടക്കുക. ഇന്ത്യൻ സ്കൂൾ ടാലന്റ് ഫെസ്റ്റിന് മൊബൈൽ ഇന്ത്യൻ സ്കൂൾ ആതിഥേയത്വം വഹിക്കും. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാമികവുകളുടെ മാറ്റുരയ്ക്കൽ വേദിയാകുന്ന ഫെസ്റ്റിവൽ വെസ്റ്റ് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ രക്ഷാകർത്തൃത്വത്തിൽ ജനുവരി 22, 23, 29, 30 തീയതികളിലായാണ് നടക്കുക. കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇക്കുറി വെർച്വലായാണ് ഫെസ്റ്റ്. 34 ഇനങ്ങളിലായി 20,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ടാലന്റ് ഫെസ്റ്റിന്റെ പ്രഖ്യാപന സമ്മേളനം മൊബൈൽ ഇന്ത്യൻ സ്കൂളിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ടി പ്രഭാകരൻ ടാലന്റ് ഫെസ്റ്റിനെ കുറിച്ച് വിശദീകരിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജോളി മാത്യൂസ് സ്വാഗതവും സ്കൂൾ ബോർഡ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അഡ്വൈസർ ഡോക്ടർ അലക്സി ജോസഫ് നന്ദിയും പറഞ്ഞു. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദ സാഹചര്യം തുടരുകയാണ്. അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. ആഫ്രിക്കൻ മുനമ്പിലേക്കും ഏദൻ കടലിടുക്കിലേക്കും തന്നെയാണ് ദിശയെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശനിയാഴ്ച രാത്രി പുറത്തുവിട്ട അറിയിപ്പിൽ പറയുന്നു. തീവ്ര ന്യൂനമർദ്ദത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഞായറാഴ്ച സെക്കോത്ര ദ്വീപിലും സൊമാലിയയിലും അനുഭവപ്പെടുമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകരും അറിയിച്ചു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ദോഫാറിലും അൽവുസ്തയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂനമർദ്ദ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശികൾക്ക് ഫീസും പിഴയും അടയ്ക്കാതെ ജന്മനാടുകളിലേക്ക് മടങ്ങുന്നതിനായി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ 7,689 പേരായി. നവംബർ 15 പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയത്. 19 തീയതി വരെ 5 ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്രയും അധികം രജിസ്ട്രേഷൻ നടന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രജിസ്റ്റർ ചെയ്തവരിൽ 3,263 പേർ ജോലിയില്ലാത്തവരാണ്. 408 പേർ തൊഴിൽ പെർമിറ്റ് ഇല്ലാത്തവരും 253 പേർ തൊഴിൽ പെർമിറ്റ് റദ്ദായവരുമാണ്. വിസയുടെ രീതി വരിച്ചുള്ള കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തവരിൽ 7,289 പേർ തൊഴിൽ വിസയിലുള്ളവരും 93 പേർ കുടുംബ വിസയിലുള്ളവരും 87 പേർ ഫാമിലി ജോയിനിംഗ് വിസയിലുള്ളവരും 147 പേർ സന്ദർശന വിസയിലുള്ളവരും 12 പേർ ടൂറിസ്റ്റ് വിസയിലുള്ളവരുമാണ്. തൊഴിൽ താമസ രേഖകളില്ലാത്ത 61 പേരും പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് ഫീസും പിഴയുമില്ലാതെ മടങ്ങുന്നതിനുള്ള പദ്ധതിയുടെ ആനുകൂല്യം ഡിസംബർ 31 വരെയാണ് ലഭിക്കുക. www.manpower.gov.om എന്ന വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. 2 ആഴ്ചയായി സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിഞ്ഞിരുന്ന കന്യാകുമാരി സ്വദേശി കാർലോസിനെ നാട്ടിലെത്തിച്ചുകൊണ്ട് കൈരളി സലാല വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് കാർലോസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. മകൻ സേവിയറും കാർലോസിനെ അനുഗമിച്ചു.
രാജ്യത്ത് സ്വദേശികളുടെയും വിദേശികളുടെയും നേതൃത്വത്തിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ തുടരുകയാണ്. വാരാന്ത്യ അവധി ദിനങ്ങളിൽ വ്യത്യസ്ത പരിപാടികളാണ് അരങ്ങേറിയത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിലും വിവിധ പരിപാടികൾ തുടരും. സലാല സൊഹാർ തുറമുഖങ്ങൾ വഴി 3 ദശലക്ഷത്തിലധികം കണ്ടെയ്നർ ചരക്കുകൾ നീക്കം ചെയ്തതായി ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാനിടയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, മത്സ്യബന്ധന തൊഴിലാളികൾ, കർഷകർ എന്നിവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൂർ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തിരുനബി ജീവിതം സമഗ്രം സമ്പൂർണ്ണമെന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മദ്ഹൂസുറുൽ പ്രഭാഷണവും ഹുബ്ബുനബി മജ്ലിസും ദാറുൽ ഖുറാൻ ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വീടുകളിൽ മൗലീദ് സദസ്സും നടന്നു. ഓൺലൈനിൽ നടന്ന നബിദിനാഘോഷ പരിപാടി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി അധ്യക്ഷത വഹിച്ചു. ബർക്ക തഖ്വ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ ദിനം ഇന്ന് രാത്രി സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി മജീദ് വയനാട് അറിയിച്ചു. കാർഷിക മത്സ്യവിഭവ മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവ്. ഒമാന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ കാർഷിക മത്സ്യവിഭവ മേഖലയുടെ വിഹിതം വർദ്ധിച്ചതായി കാർഷിക മത്സ്യവിഭവ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് നാസർ അൽ ബക്രി അറിയിച്ചു. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 13.2% സംഭാവന നൽകാൻ ഈ മേഖലയ്ക്ക് സാധിച്ചതായി അണ്ടർ സെക്രട്ടറി പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവാസി വോട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യമാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വോട്ടിന് വരെ വിധി നിർണ്ണയിക്കാൻ സാഹചര്യമുള്ളതും എണ്ണിച്ചുട്ട അപ്പം പോലെ കുറഞ്ഞ വോട്ടർമാർ മാത്രമുള്ളതുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്നതാണ് ഇതിനു കാരണം. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ ആയിട്ടില്ല എന്നതും നാട്ടിലെയും ഗൾഫ് രാഷ്ട്രങ്ങളിലെയും കോവിഡ് മാനദണ്ഡങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെത്തുന്ന പ്രവാസി വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കും. മടക്കം വൈകുന്നവർക്ക് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യവും പ്രവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയപ്പോഴും തിരിച്ചു മടങ്ങാനാകാത്ത പലരും തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞിട്ടാകാമെന്ന തീരുമാനത്തിലുമാണ്. മത്സരരംഗത്തും ഇത്തവണ പ്രവാസി സാന്നിധ്യം കൂടുതലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പതിവായി നാട്ടിലേക്ക് പറക്കുന്ന പലരും ഇക്കുറി യാത്ര മാറ്റിവെച്ചിട്ടുമുണ്ട്. കോവിഡ് മാത്രമല്ല കാരണം, നിലവിലെ സാമ്പത്തിക സാഹചര്യവും പലരെയും പിന്നോട്ടടിപ്പിക്കുന്നു. ഉയർന്ന ടിക്കറ്റ് നിരക്കും പ്രവാസി വോട്ടുകൾ കുറയ്ക്കും. പുതിയ സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തുന്നത് ശരിക്കും വിലയേറിയ വോട്ടുകളാകും. കേരള സംസ്ഥാനത്ത് 5772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,210 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.59 ആണ്. G20 ഉച്ചകോടിക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കാനിരിക്കെ ഇന്ത്യയുടെ അതിർത്തികളെ തെറ്റായി ചിത്രീകരിച്ച് പുറത്തിറക്കിയ പുതിയ കറൻസി സൗദി പിൻവലിച്ചതായി റിപ്പോർട്ടാണ്. G20 രാഷ്ട്രത്തലവന്മാരുടെ ഓൺലൈൻ ഉച്ചകോടി സൗദിയിൽ ആരംഭിച്ചു. മാർച്ചിൽ അസാധാരണ ഉച്ചകോടി ചേർന്ന കോവിഡ് വിഷയങ്ങൾ ചർച്ച ചെയ്തതിന്റെ തുടർച്ചയായാണ് ഇത്. വർഷത്തിൽ 2 ഉച്ചകോടിയെന്ന അപൂർവതയും ഈ ഉച്ചകോടിക്കുണ്ട്. ഉച്ചകോടിയിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അധ്യക്ഷത വഹിച്ചു. 21ാം നൂറ്റാണ്ടിന്റെ അവസരങ്ങൾ എല്ലാവർക്കുമായി തിരിച്ചറിയുക എന്ന പ്രമേയമാണ് ഉച്ചകോടി പങ്കുവയ്ക്കുന്നത്. ചെന്നൈയിലെത്തിയ അമിത്ഷായ്ക്കു നേരെ പ്ലക്കാർഡുകൾ വലിച്ചെറിഞ്ഞയാൾ കസ്റ്റഡിയിൽ. വിമാനത്താവളത്തിന് പുറത്ത് റോഡിലിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നാണ് പ്ലക്കാർഡ് ഏറുണ്ടായത്. അതേസമയം അടുത്ത വർഷത്തെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അണ്ണാഡിഎംക BJP സഖ്യം തുടരും. ഉപമുഖ്യമന്ത്രിയും അണ്ണാഡിഎംക കോർഡിനേറ്ററുമായ ഒ പനീർസെൽവമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെ കുടുംബ രാഷ്ട്രീയത്തിന്റെ പേരിൽ DMKക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഷാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. വാരണാസിയിൽ നിന്നും 100ലേറെ വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് കടത്തിയ അന്നപൂർണ ദേവിയുടെ വിഗ്രഹം ഇന്ത്യക്ക് മടക്കി നൽകുന്നു. ടൊറന്റോയിലെ റെജീന യൂണിവേഴ്സിറ്റിയുടെ ആർട്ട് ഗാലറിയിലാണ് വിഗ്രഹം ഇപ്പോഴുള്ളത്. ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താനും കൊളോണിയലിസത്തിന്റെ മുറിപ്പാടുകൾ മായ്ക്കാനും ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് ഇതെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു. 1913 മെക്കൻസി വാരണാസി സന്ദർശിച്ചപ്പോൾ വിഗ്രഹം കണ്ട് ഇഷ്ടപ്പെട്ടെന്നും ഗംഗാതീരത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടാക്കൾ ഇത് കവർന്നെടുത്ത് നൽകിയെന്നുമാണ് പറയപ്പെടുന്നത്. Today's exchange rate is brought to you by Purushottam Khanji Exchange. ഒമാനി റിയാലിന് 192.25 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. മസ്കറ്റ് കേന്ദ്രത്തിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 21 ഡിഗ്രി സെൽഷ്യസ്. അള്ളാഹു ആരെയും അവരുടെ കഴിവിനതീതമായ ചുമതലാഭാരം വഹിച്ചേൽപ്പിക്കുന്നില്ല. ആരെന്ത് നന്മ ചെയ്യുന്നുവോ അതിന്റെ ഫലം അവനവന് തന്നെയാകുന്നു. വല്ല തിന്മയും ചെയ്താൽ അതിന്റെ നാശവും അവന് തന്നെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്.
പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒമാനിലെ ആദ്യ ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വൈകിട്ടത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് brought to you by Purushottam Kanji Exchange. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Purushottam Kanji